എന്നെ ഇൻ്റർവ്യൂ ചെയ്ത രാഹുൽ ഈശ്വർ അല്ലെങ്കിൽ രഞ്ജിനി മേനോൻ, അങ്ങനത്തെ ആൾക്കാർക്ക് ഇൻ്റർവ്യൂ കൊണ്ടിരുന്ന. പിന്നീട് ഇത് കോമാളിത്തം പോലെയായി. പിന്നെ വന്ന ആൾക്കാരെല്ലാം ആ ട്രാക്കാണ് ഫോളോ ചെയ്തത്. അപ്പോൾ പിന്നെ തോന്നിയില്ലേ ഈ അലൻ ജോസിൻ്റെ കൂടെ കൂടി കഴിഞ്ഞാൽ ഞാൻ പിന്നെയും കോമാളിയാവും? അയാളെ ഇപ്പോഴാണ് പറയുന്നത്. പണ്ടല്ല അയാൾ ഫുള്ളി എൻ്റെ പറയുക, ഒരു റിവ്യൂ പറയാൻ പോലും സമ്മതിക്കില്ല. കൂടെ വന്ന് സംസാരിക്കുക, ശരിക്കും ഒരാൾ യൂസ് ചെയ്യുക. എന്നോട് പല ആൾക്കാർ ഒതുക്കാനുള്ള പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോഴും നിങ്ങൾ ഫ്രണ്ട്സായിട്ട് പോകുന്നുണ്ട്? ഫ്രണ്ട്സിന് അയാൾ വളരെ ഓപ്പർച്യൂണിസ്റ്റിക് ആണ്. അയാൾക്ക് ആവശ്യമുള്ള ഇതേ ഉള്ളൂ. എല്ലാം പ്ലാൻ ചെയ്ത് വന്ന ആളാണ്. പുള്ളിയെ കൊണ്ടുവന്ന ആൾക്കാരെ പുള്ളി മറന്നുപോയി. വേറെ 2 പേരുണ്ട്, അവരുമായിട്ടൊന്നും പുള്ളിക്ക് ബന്ധമില്ല. ടിപ്പിക്കൽ ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരനാവേണ്ട ആളാണ്. മറികണ്ടൻ ചാടാണ്, കുതുകാൽ വെട്ടാണ് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. ജയിലിൽ കിടന്ന ദിവസം ഒരു 12 ദിവസം, അതിലേറ്റവും പോസിറ്റീവായിട്ട് ഉണ്ടായിരുന്ന തോട്ട്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ എക്സ്പീരിയൻസ്? ജയിലിൽ നിങ്ങൾ പറയുന്ന, ഞാനങ്ങനെ പോകേണ്ട ആളല്ല. അതല്ല, ഇതിന്റെ പിന്നിലുള്ള ഒരുപാട്. എൻ്റെ പേരിൽ ഒരു ട്രാൻസ്ജെൻഡർ കേസ് വന്നു. ഞാൻ ആളെ കണ്ടുപോലുമില്ല. ഹേമ കമ്മിറ്റി പോയി സംസാരിച്ചപ്പോൾ എനിക്ക് എത്ര കൊണ്ടുവന്ന് എൻ്റെ ഒന്ന് ഒതുക്കാൻ വേണ്ടി ചെയ്തതാണ്. ഈ ജയിലിൽ പോകുന്ന കേസ് പറഞ്ഞാൽ അതിനെ ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് അതിൻ്റെ കീഴിൽ എല്ലാവരും ആ പ്രേസർ മുഴുവൻ പറഞ്ഞത് ഇയാൾ പറഞ്ഞത് കറക്റ്റാണ് പറഞ്ഞത്. അതെല്ലാം തുടരും പറഞ്ഞ സിനിമയ്ക്ക് റിവ്യൂ എടുക്കാൻ വേണ്ടി എന്നെ അറസ്റ്റ് ചെയ്യുന്ന പറയാണ്. അതിന് പിന്നെ സിനിമാക്കാർക്ക് ഒരുപാട് കളിയുന്നുണ്ട്. തുടരും സിനിമയ്ക്ക് ഞാൻ റിവ്യൂ എടുക്കാൻ പാടില്ല. ഏതെങ്കിലും നടിക്ക് ഇതിനകത്ത് പങ്കിട്ടതായിട്ട് പറഞ്ഞിട്ടുണ്ടോ? നടിമാരല്ല, എനിക്കെതിരെ കേസ് കൊടുത്തിട്ട് അൻസിബയാണ് കേസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒരുപാട് കളി നടന്നിട്ടുണ്ട്. റീസെന്റ് അൻസിബയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഇഷ്യൂസ് വന്നിട്ടുണ്ടല്ലോ. അല്ല, ഇപ്പൊ ആൾക്കൊക്കെ മനസ്സിലായല്ലോ, തണിനിറം പുറത്ത് വന്നല്ലോ. ഇപ്പൊ ലക്ഷ്മി പ്രിയ പറയണ്ടായിരുന്നു, ലക്ഷ്മി പ്രിയയുടെ ഹസ്ബൻഡിന് എന്തോ മെസ്സേജ് അയച്ചെന്നുള്ള കാര്യം. ജയിലിൽ ഞാൻ ചോദിച്ചത്, ജയിലിൽ അനുഭവമാണ് നിങ്ങൾ പറഞ്ഞ പോലെ. ഇതുപോലെ ഈ അങ്ങനത്തെ നെഗറ്റീവ് ഒന്നുമില്ല, എല്ലാം പോസിറ്റീവ്. ഞാൻ ചോദിച്ചത് ഒരു ഹോസ്റ്റൽ താമസിക്കുന്ന പോലെ ചിട്ടയായ ജീവിതം. ഞാൻ അവിടെ പോയി സിനിമ കാണാൻ പറ്റും, ബുക്കുകൾ വായിക്കാൻ പറ്റും, നല്ല ഭക്ഷണം കിട്ടും. അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. ഈ പറയുന്ന പോലെ പ്രശ്നമൊന്നുമില്ല. ഒരു ഡിസിപ്ലിൻ ലൈഫായി. ലൈഫ് കുറച്ച് ഡിസിപ്ലിൻ. അതൊരു പോസിറ്റീവ് ആണ് കിട്ടിയത്. പിന്നെ എന്തെങ്കിലും പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തോന്നിയോ? ഇത് എല്ലാം തുറന്നു പറയാനുകൊണ്ടുണ്ടാവുന്ന പ്രശ്നമാണ്. കുറച്ച് ഡിപ്ലോമാറ്റിക് ആവാൻ തീരുമാനിച്ചു. അതിനുശേഷമാണോ കുറേ കൂടെ സീരിയസ് ഫേസ് വേണം എന്ന രീതിയിലേക്ക് ഇന്റർവ്യൂ ഒക്കെ ചേഞ്ച് ആവാൻ തുടങ്ങിയത്? അതെ, എൻ്റെ ഫേസ് വളരെ സീരിയസ് ആണ്. മീൻസ് എനിക്ക് ഞാൻ ഈ ഫേമസ് ആയപ്പോൾ എൻ്റെ ഫാദർ ഹോസ്പിറ്റലായി, എൻ്റെ ഉള്ളിൽ മരിച്ചുപോയി. അപ്പോൾ എനിക്കത് അന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തെങ്കിൽ വേറെ ലെവലിലേക്ക് പോയാണ്. അപ്പച്ചൻ മരിച്ചിട്ട് ഇപ്പോൾ എത്ര നാളായി? 4 വർഷം ആവുന്നു. യു വാസ് വെരി ഗ്രേറ്റ് പേഴ്സൺ. സ്വന്തമായി ജീവൻ ഉണ്ടാക്കിയ ആളാണ്. ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളാണ്. ഞാൻ പുള്ളിയുടെ മുമ്പിൽ ബിഗ് സ്റ്റേറാണ്. ഒരുപാട് പുള്ളി എഞ്ചിനീയർ ആയിരുന്നു. ഒരുപാട് പേർക്ക് ജീവൻ ഉണ്ടാക്കി കൊടുത്ത ആളാണ്. സ്വന്തമായി ജീവൻ ഉണ്ടാക്കിയ ആളാണ്. ഒരുപാട് ഗ്രേറ്റ് ക്വാളിറ്റീസ് ഉള്ള. എൻ്റെ ഫാദറെ കൊണ്ട് പറയാനല്ല, എനിക്ക് പുള്ളിയുടെ ആകെ മനുഷ്യത്വം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ അവസ്ഥയിൽ പുള്ളിയാണെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല. യു വാസ് വെരി സ്ട്രൂഡ്. ഒരു തിരുവനന്തപുരത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു. എൻ്റെ ലാൻഡ് പ്രോപ്പർട്ടി 8 വർഷം എൻ്റെ പുറകെ നടന്ന് എല്ലാം സോൾവ് ചെയ്ത് വന്ന ആളാണ്. യു വാസ് വെരി സ്ട്രൂഡ്. എന്നെ കുറച്ച് പറയണ്ടായിരുന്നു. ഞാൻ ഫേമസ് ആയപ്പോൾ പുള്ളി ഹോസ്പിറ്റലായിരുന്നു. ആ സമയത്ത് പുള്ളി ഒരു ദിവസം രാത്രി വിളിച്ചു പറഞ്ഞു, ഇവനെ ആരോ തല്ലിയെന്ന് പറഞ്ഞു. അങ്ങനെയല്ല, യു വാസ് ഹൈലി വറീഡ്, കൺസേൺഡ് ആയിരുന്നു എന്നെ കുറിച്ച്. അപ്പച്ചനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒരു ഗൈഡ് പോലും നടക്കില്ല. കുറച്ചുകൂടെ ഗൈഡൻസ് ചോദിക്കാൻ പറയാൻ ആരുമില്ല, ഗൈഡ് ചെയ്യാൻ ആരുമില്ല. അങ്ങനത്തെ അവസ്ഥയിലേക്ക് പോയിരിക്കാം. യു വാസ് എ ഗ്രേറ്റ് മാൻ. എൻ്റെ ഫാദറെ കൊണ്ട് പറയാനല്ല. അപ്പൊ അപ്പച്ചനെ പോലെ ഗ്രേറ്റ് മാൻ ആകണം, അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ എല്ലാ സ്വഭാവം കിട്ടിയിട്ടില്ല. പരിശ്രമിക്കുന്നു. എന്നെ കുറിച്ച് ആൾക്കാർ എന്തെങ്കിലും മോശം പറയുമ്പോൾ എനിക്ക് വിഷമമാണ്. വർക്കിസ്ഥാന്റെ മകൻ ഇങ്ങനെ ആയെന്ന് പറയുമ്പോൾ വിഷമമുള്ളൂ. അപ്പച്ചന് ചീത്തപ്പേര്. ജീവിതത്തിൽ ആരൊക്കെ പുള്ളി ഏറ്റുമുട്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് അവരെല്ലാം ബഹുമാനിച്ചൊരു വ്യക്തിയാണ്. കൃഷിയൊക്കെ ഉണ്ടായിരുന്നോ അപ്പച്ചന്? കൃഷിയൊന്നുമില്ല. പുള്ളി ഇവിടുത്തെ പ്ലാൻ മാനേജർ ആയിരുന്നു. പുള്ളി എഞ്ചിനീയർ ആണ്. പഠിക്കാൻ വളരെ മിടുക്കനായിരുന്നു. ജീവിതത്തിൽ ഒരുപാട് അത്രയും ഫിനാൻഷ്യൽ കണ്ടീഷണൽ ഫാമിലി അല്ല ജനിച്ചത്. ഒരുപാട് പേർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുത്തു. പുള്ളി നന്നായിട്ട് വന്നു. ഒരുപാട് ക്വാളിറ്റീസ്. ഭയങ്കര സ്ട്രോങ് മൈൻഡായിരുന്നു. ഭയങ്കര സാക്രിഫൈസിങ് മൈൻഡായിരുന്നു. വളരെ സെൽഫ്ലെസ് ആയിരുന്നു. എന്നാൽ പുള്ളി ആർക്ക് പറ്റിക്കാൻ പറ്റില്ല. ഫെയർ ആൻഡ് ഫേം ആയിരുന്നു. എല്ലാവരും ബഹുമാനിച്ച വ്യക്തിയായിരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ സ്നേഹിച്ച ആൾ പുള്ളി തന്നെ, എൻ്റെ ഫാദർ തന്നെയാണ്. അതിനുശേഷം ആണ് റിയൽ ലൈഫ് മനസ്സിലായത്. ഫാദർ മനസ്സിലായ ശേഷം വളരെ ഒറ്റപ്പെട്ടു പോയി. ഞാൻ ഇപ്പം മദറിനെ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ നിൽക്കുന്നത്. IIT ബോംബെയിലെ ചാൻസ് കിട്ടിയതാണ്. അന്ന് എൻ്റെ ഫാദറിൻ്റെ ഹെൽത്ത് മോശമായി. പുള്ളിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അമ്മയ്ക്ക് വേണ്ടി നിൽക്കുകയാണ്. അല്ലെങ്കിൽ അന്ന് ഞാൻ IIT പോയെങ്കിൽ ഇപ്പോൾ ഓക്സ്ഫോർഡോ കേംബ്രിഡ്ജോ അങ്ങനെ എത്തിയാണ്. അപ്പച്ചന് ദിവസവും ഓർമ്മ വരാറുണ്ട്? എല്ലാ സ്വപ്നവും കാണാറുണ്ട്. മിക്ക ദിവസവും സ്വപ്നം കാണാറുണ്ട്. ഏറ്റവും വിഷമം പറഞ്ഞാൽ നമ്മൾ ഫേസ്ബുക്കിൽ പല ചെയ്യുമ്പോൾ ഇവർ
മരിച്ചുപോയ ഫാദറിനെ കുറിച്ചൊക്കെയാണ് മോശമായിട്ട് പറയുന്നത്. വളരെ മോശം കമൻസാണ്, എസ്പെഷ്യലി ഫേസ്ബുക്കിലാണ്. അപ്പച്ചനെ കുറിച്ച് പറയാം, എൻ്റെ ഫാദറിനെ കുറിച്ച്. കാരണം അവർക്കറിയാം അത് പറഞ്ഞാൽ എനിക്ക് വേദനിക്ക് തോന്നുന്നു. അപ്പച്ചൻ നല്ല വിളിക്കുക, ഞാൻ ഡാഡിനെ വിളിക്കാം. ഡാഡിന്ന് വിളിക്കും. എന്നെ ഒരുപാട് എന്നെ അത് പറഞ്ഞ് എന്നെ വേദനിക്കുമെന്ന് അറിയാം. ഒരുപാട് ഈ ഫെയിം ആക്ടേഴ്സ് ഒരുപാട് പേര് വേദനിപ്പിക്കില്ല. ഈ 2K പിള്ളേരുണ്ട്, രണ്ടേ ഇപ്പോൾ കോക്രോച്ച് എൻ്റെ ഫാക്ടർ പറഞ്ഞില്ലേ, എനിക്കതിൽ വിയോജിപ്പില്ല. കാരണം ഇവർ കോക്രോച്ച് തന്നെയാണ്. കാരണം ഇവര് ഒരു ഫുൾ എസ്പെഷ്യലി കൊച്ചിയിലെ 2K പിള്ളേർ ഭയങ്കര ഡ്രഗ് അഡിക്റ്റർ ആയിരിക്കാം, ഡ്രഗ്സിന് അടിമകളാണ്. പിന്നെ ഇവരുടെ മെയിൻ പരിപാടി സാഡിസ്റ്റാണ്, മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് എൻജോയ് ചെയ്യുന്നത്. എന്നെല്ലാം ഒരുപാട് അവർ കളിയാക്കുന്നുണ്ട്. പക്ഷെ എന്നെ ജെന്യൂനെ ആൾക്കാർക്ക് നല്ല മനുഷ്യർക്ക് എന്നെ ഇഷ്ടമാണ്. ഇതിനെല്ലാം ട്രോള് അങ്ങനത്തെ കാര്യങ്ങൾ, ട്രോള് മാത്രം കാണുന്ന പെൺകുട്ടികളുണ്ട്. അവരുടെ ലെവൽ അത്രയേ ഉള്ളൂ. അവർക്ക് എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ട്രോള് കണ്ടിട്ടല്ലേ ശരിക്കും പരിചയപ്പെടുന്ന താങ്കളെ? അല്ല, ഞാൻ ആദ്യം വൈറൽ മീഡിയയിലൂടെയാണ്, 130 വെച്ചാണ് വൈറലായത്. അതൊന്നും പ്ലാൻഡ് ആയിരുന്നില്ല. ഇപ്പൊ മാളിലൊക്കെ പോകുന്ന സമയത്ത് ആളുകൾ തിരിച്ചറിയുന്നതേ അല്ല, ഇപ്പൊ പോപ്പുലാരിറ്റി ഭയങ്കരമാണ്. പോപ്പുലാരിറ്റി ആണ്. ഇപ്പൊ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനാണ് സിനിമാക്കാർക്കായിട്ടുള്ളത്. അത് സിനിമാക്കാർക്കുള്ള ചില അസൂയുണ്ട്. ഞങ്ങളിപ്പോ സിനിമാക്കാർ 2-3 മാസം ഒരിക്കലാണ് വരുന്നത്. ഞങ്ങൾ ഡെയിലി കണ്ടന്റ് ഉണ്ടാക്കുന്നവരാണ്. സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിന്റെ പോപ്പുലാരിറ്റി അവർക്കില്ല. പക്ഷെ അവർക്ക് പൈസ ഉണ്ടായതുകൊണ്ട് ഒരുപാട് ഹോൾഡ് അങ്ങനെ ഒരുപാട് പണി വെക്കുന്നുണ്ട് അവർ. അപ്പൊ പല മീഡിയയോട് പറഞ്ഞു എന്റെ പേരുടെ വീഡിയോസ് എടുക്കാൻ പാടില്ല പറഞ്ഞു, പണിതാറ്റിയായിട്ട് കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരുപാട് സംഭവം നടന്നിട്ടുണ്ട്. പെരേരയായിട്ട് വഴക്കുണ്ടായിരുന്നു, അടിയുണ്ടായിരുന്നു. അയാൾ എന്നെക്കാട്ട് 15 വയസ്സ് യങ്ങാണ്. അയാള് അങ്ങനെ വന്നു പോയി ഓർക്കുന്ന ആളൊന്നല്ല. ഒരുപാട് പേര് ആദ്യം കൊണ്ടുവന്ന ആൾക്കാരെ പുള്ളി ഇപ്പൊ ഒരു ബന്ധവുമില്ല. സന്തോഷ് വർഗീസ് സാറ് കർഷകനാണെന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? ഞാൻ കർഷകനല്ല. അല്ല, ഒരു വീഡിയോ കണ്ടു ഞാൻ. അതല്ല ഈ മീഡിയക്കാർ ഉണ്ടാക്കുന്നല്ലേ, നമ്മൾ പറയാത്ത എന്തൊക്കെ കാര്യങ്ങളാണ്. അല്ല, കൃഷിയായിട്ടൊരു ബന്ധവുമില്ല. ഇല്ല, കാരണം ഇവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അങ്ങനത്തെ നെഗറ്റീവ് കാര്യമാണ് ആൾക്കാർക്ക് വേണ്ടത്. നെഗറ്റീവ് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഓടുന്നത്. ഇപ്പൊ പറഞ്ഞ 2K കിഡ്സിനോടൊരു കലിപ്പുണ്ടെന്നാണല്ലേ? കലിപ്പല്ല, അത് അവർ കുറ്റപ്പെട്ടില്ല. അവർ ജനിച്ചാലും സാഹചര്യങ്ങൾ തന്നെ. പിന്നെ മിക്കവരും ഡ്രഗ്സ് തന്നെ അടിമയാണ്. ആ പ്രശ്നം വന്നിട്ടുണ്ട്. CJPനെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ടോ? ആ ജഡ്ജ് പറഞ്ഞ കറക്റ്റ് തന്നെയാണ്. ഇവരത്ര ശരിയായ ആൾക്കാരായിട്ട് എനിക്ക് തോന്നുന്നില്ല. അവര് ഈ ഇവിടെയെല്ലാം ജനിച്ച പിള്ളേരോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. പക്ഷെ അതൊരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റുമോ? കാരണം അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ് പോസിറ്റീവ് ഉണ്ട്. അവർക്ക് പോസിറ്റീവ്, അവർ കുറച്ച് പ്രാക്ടിക്കലാണ്. പിന്നെ അവർക്ക് സെക്സ്വൽ ഫ്രസ്ട്രേഷൻ കുറവാണ്. കാരണം അവർക്ക് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എല്ലാം ആ പ്രശ്നമില്ല. അങ്ങനെ പോസിറ്റീവ് എല്ലാം ഉണ്ട്. സ്മാർട്ടാണ്, കുറച്ചുകൂടെ പ്രാക്ടിക്കലാണ്. പക്ഷേ സാഡിസം വളരെ ഹൈ ആണ്. മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യാം. CJP വന്നപ്പോൾ അവർ ഒന്ന് ഓർഗനൈസ്ഡ് ആയ പോലെ തോന്നുന്നുണ്ട്, അങ്ങനെയുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ കേട്ടത് ആ അഡ്വക്കേറ്റ്, ആ ജഡ്ജി അഡ്വക്കേറ്റിനെ കുറിച്ചാണ് പറഞ്ഞത്, ഇവരെ കുറിച്ചല്ല പറഞ്ഞത്. അല്ല, ഇവരെന്തൊക്കെയോ അതിന്റെ പിന്നിൽ എന്തൊക്കെയോ കളികൾക്കുണ്ട്. ഇപ്പൊ എന്നെ വാട്സപ്പിൽ വളരെ ഗ്രൂപ്പിൽ കേട്ടാൻ നോക്കി കോക്രോച്ച് പാർട്ടികളിൽ, ഞാൻ കയറിയില്ല. പക്ഷെ കുറച്ച് ഓർഗനൈസ്ഡ് ആയി. ഇപ്പം ഞാനിപ്പോ സിനിമയെക്കാളും കൂടുതൽ പറഞ്ഞ രാഷ്ട്രീയത്തെ കുറിച്ചാണ് അടുത്ത കാലത്തല്ല. ഇലക്ഷൻ വന്ന പേര് പല കാര്യം പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ സത്യം തുറന്നു പറയാൻ പറ്റില്ല. പണ്ട് ഒരു ഫിലോസഫറെ സോക്രട്ടീസിനെ കൊന്നുകളഞ്ഞല്ലോ. സത്യം പറയുന്ന ജീവിതം വളരെ കഷ്ടമാണ്. സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഇപ്പം തമിഴ്നാട്ടിലും കേരളത്തിലും ഒരു ഭരണമാറ്റം വന്നിട്ടുണ്ട്. തമിഴ്നാട്ടിലേക്ക് നോക്കിയാൽ സ്റ്റാലിന്റെ പരാജയം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു വിജയക്കാരുടെ കഴിവുള്ള സ്റ്റാലിൻ തന്നെയാണ്. വിജയ് ബിക്കോസ് ക്രൗഡ് പുള്ളറുണ്ട്. അവിടെ സിനിമയും രാഷ്ട്രീയം നമ്മൾ ഭയങ്കര ലിങ്ക്ഡാണ്. ഇവിടെ കേരളത്തിലാണെങ്കിൽ ആ സംഭവം നടക്കില്ല. അല്ല, സ്റ്റാലിൻ പരാജയപ്പെട്ടല്ലോ. അതിൽ സന്തോഷ് വർഗീസ് സാർ അത് പ്രെഡിക്റ്റ് ചെയ്തായിരുന്നു. ഞാൻ പ്രെഡിക്റ്റ് ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോകുന്നു പറഞ്ഞു. അത് പറഞ്ഞായിരുന്നു. സൗത്ത് ഇന്ത്യ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ പരാജയവും വിജയുടെ മുന്നേറ്റവും അങ്ങേക്ക് പ്രവചിക്കാൻ പറ്റിയായിരുന്നു? എനിക്ക് തോന്നിയിട്ടായിരുന്നു. കാരണം വിജയ്ക്ക് ഭയങ്കര സപ്പോർട്ടാണ്, മാസ് സപ്പോർട്ട് ഭയങ്കരമാണ്. ഇവിടെ കേരളത്തിൽ പോലും മമ്മൂട്ടി മോഹൻലാലിനെക്കാട്ടും ഫാൻസുകൾ പുള്ളിക്കാം. ഇവിടെ എന്നെക്കാളും സപ്പോർട്ടുകൾ പുള്ളിക്കാം. ജൻസി പിള്ളേരാണ് പുള്ളിയെ ആക്കിയതാണ്. പുള്ളിയുടെ ഫാമിലികളിലെല്ലാം പറഞ്ഞ് ഇതിൽ ഭയങ്കര മാസ് സപ്പോർട്ടുള്ള ആളാണ്. പക്ഷെ ഒരു ഇന്റർവ്യൂ പേഴ്സണൽ ലൈഫാണ് എനിക്ക് വിയോജിപ്പുണ്ട്. അല്ല, ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടില്ലല്ലോ തമിഴ്നാട് പൊളിറ്റിക്സിൽ വിജയ് ഒരു ഇത്ര സീറ്റുകൾ നേടും എന്നൊരു പ്രവചനം. വിജയ് ജയിക്കും എനിക്ക് ഉറപ്പായി. ഞാൻ പറഞ്ഞത് വിജയ് സിനിമ ഇടാൻ പാടില്ലേ, സിനിമയും രാഷ്ട്രീയം രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകണേ. പണ്ട് MGR കൊണ്ടുപോയല്ല. എത്ര സീറ്റ് പ്രതീക്ഷിച്ചായിരുന്നു വിജയ്ക്ക്? അതൊന്നും പ്രെഡിക്റ്റ് ചെയ്തിട്ടില്ല. ഇല്ല. അല്ല, അപ്പം പ്രെഡിക്റ്റബിൾ അല്ലാത്ത റിസൾട്ട് ജയിക്കാൻ സാധ്യതയുണ്ടായി. കാരണം ക്രൗഡ് സപ്പോർട്ട് അത്രയ്ക്കുണ്ട്. ജയിക്കാൻ സാധ്യത പറഞ്ഞാൽ വിജയ് മത്സരിച്ച് 2 മണ്ഡലത്തിൽ വിജയ് ജയിക്കും, അങ്ങനെയാണോ വിചാരിച്ചത്? കേരളത്തിൽ ലെഫ്റ്റ് വീഴുമെന്നുള്ള പ്രഡിക്ഷൻ. ഞാൻ പഴയ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണ്. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് ആയിട്ട് യോജിക്കാൻ പറ്റില്ല. EP ജയരാജൻ അല്ലെങ്കിൽ പിണറായി വിജയൻ അല്ലെങ്കിൽ MM മണി, ഇവർക്കൊന്നും ഒരു ക്വാളിറ്റി ഇല്ലാത്ത വെറും ഗുണ്ടായിസം കാണിച്ചു നടക്കുന്ന ആൾക്കാരാണ്. ഇവരെല്ലാം ഗുണ്ടായിസം അഴിമതിയാണ് കാണിക്കുന്നത്. ഇതൊന്നല്ല കമ്മ്യൂണിസം.
പണ്ട് EMS ഉണ്ടായിരുന്നു, അച്യുതമേനോ ഉണ്ടായിരുന്നു, ജ്യോതി ബസു, ഇവരെല്ലാം പറഞ്ഞാൽ വളരെ സ്കോളേഴ്സും വളരെയധികം മനുഷ്യത്വമുള്ളവരായിരുന്നു. ഇപ്പൊ അങ്ങനത്തെ ക്വാളിറ്റിയുള്ള ആൾക്കാരില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കോൺഗ്രസ് ചേരുന്ന നല്ലതായിരിക്കും വന്നത്. അല്ലാതെ ഞാൻ ബേസിക്കലി പഴയ കമ്മ്യൂണിസ്റ്റിന്റെ അനുഭവം തന്നെയാണ്. കോൺഗ്രസ് ഇങ്ങനെ അധികാരത്തിൽ വരുന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. കോൺഗ്രസ് ചേരുന്ന വീട് സതീശ കുഴപ്പമില്ല, കഴിവുള്ള ആൾ തന്നെയാണ്. വിദ്യാഭ്യാസവും ഉണ്ട്, കഴിവുണ്ട്, ആവശ്യം കുഴപ്പമില്ലാത്ത ആൾ തന്നെയാണ്. വീട് ഉയർന്ന ഞാൻ ആഗ്രഹിച്ചത്. കാരണം എൻ്റെ ഇടയ്ക്ക് KC വേണുഗോപാലും മറ്റേ രമേശ് ചെന്നിത്തലയ്ക്കെല്ലാം ഒരുപാട് ജനങ്ങളുടെ സപ്പോർട്ട്, ജനങ്ങളുടെ ആഗ്രഹിച്ചൊരു വീഡിയോയായി. വീടിക്ക് അത്രയും പിന്തുണ കൂടാൻ കാരണം എന്തായിരിക്കും? അതെ, ഇപ്പോൾ ഉള്ളതിൽ വെച്ച് വേദം പുള്ളിയാണ്. പുള്ളി എന്ന് പറഞ്ഞാൽ ഒരു AK ആന്റണിയുടെ ആദർശവും കരുണാകരന്റെ കഴിവും രണ്ടും കമ്പൈൻ ചെയ്ത ആളാണ്. ഇപ്പോൾ ഉള്ളതിൽ ഭേദം പുള്ളി തന്നെയാണ്. ഇപ്പൊ പിണറായി വിജയന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ പാർട്ടിയിൽ തന്നെ വിയോജിപ്പുണ്ട്. ഇപ്പൊ പ്രതിപക്ഷ നേതാവായെന്ന് ആര് പറഞ്ഞു ഞങ്ങൾ ആക്കിയതല്ല, അതിലെ കയറി ഇരിക്കുന്നതാണ്. പുള്ളിയുടെ ധാർഷ്ട്യം കാരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയത്. ഞാൻ അന്ന് ഇലക്ഷൻ സമയത്ത് പുള്ളിയെ വിളിച്ച പിണ്ണാക്കി വിജയൻ ഭയങ്കര വൈറലായി പോയിട്ടാണ്. എന്താണ് പിണറായി വിജയൻ ഞാൻ വിളിച്ചത് പിണ്ണാക്കി വിജയൻ. അത് ഭയങ്കര വൈറലായി. അപ്പോൾ അഭിമാർ പറഞ്ഞു എന്താണ് ഇതിൽ പോയി അറ്റാക്ക് ചെയ്യും, ഇന്നോവ കാർ വിട്ടു വീട്ടിൽ അറ്റാക്ക് ചെയ്യും. ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അവളിപ്പോൾ ദൃശ്യം 3 അത്ര കൊള്ളില്ല പറഞ്ഞപ്പോൾ മോഹൻലാൽ ഫാൻസ് അത് എതിർക്കാൻ തുടങ്ങി. അപ്പം എനിക്ക് പറയാനുള്ളത് പിണറായി വിജയന്റെ അത്രയൊന്നും മോഹൻലാൽ വരില്ല. പിണറായി വിജയന്റെ ആൾക്കാരെ പേടിച്ചില്ലെങ്കിൽ പിന്നെ മോഹൻലാലിന്റെ ആൾക്കാരെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഇത്ര നാളും ഫേസ് ചെയ്തതിനേക്കാളും കൂടുതലൊന്നും വരാനും ഇല്ല സന്തോഷ് സാറിന്. ശരിയാണോ? ഇവിടെ ഇത് കുറച്ച് വയലന്റ് പാർട്ടീസ് ആണല്ലോ, അക്രമ രാഷ്ട്രീയമാണ്. എന്നോട് പറഞ്ഞ TP ചന്ദ്രശേഖരൻ 51 വെട്ടുവെട്ടിയാണ്, അതേപോലെ വെട്ടുമെന്ന് പറഞ്ഞാണ്. ഇവർക്കെല്ലാം എന്ത് തോന്നിവാസം കാണിക്കുക, ഇവർക്കെതിരെ ഒന്നും പറയാൻ പാടില്ല. അതെങ്ങനെ ഭീഷണി ഫോണിലും വന്നു, കമന്റ്സിലും ഉണ്ടായിരുന്നു. ഞാൻ ഇതിന് അന്നിട്ടപ്പോൾ എല്ലാവരും പോസിറ്റീവായിട്ട് പറഞ്ഞു. ആർക്കും പിണറായി വിജയൻ ഭരണത്തിൽ തുടരണമെന്ന് ആഗ്രഹമില്ലായിരുന്നു. തമിഴ്നാട് പൊളിറ്റിക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സ്റ്റാലിന്റെ പരാജയത്തിന്റെ കാരണം എന്തായിരിക്കും? സ്റ്റാലിന്റെ കുഴപ്പമല്ല, വിജയുടെ മാസ് അപ്പീൽ. അവിടെ കേരളത്തിലാണെങ്കിൽ ഇപ്പൊ മമ്മൂട്ടി പോലെ ഇലക്ഷന് ജയിക്കണമില്ല. ഇവിടെ രാഷ്ട്രീയം സിനിമയും തമ്മിൽ ബന്ധവുമില്ല. ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രാഷ്ട്രീയത്തിനാണ്, സിനിമയ്ക്കല്ല. അവിടെ സിനിമയും രാഷ്ട്രീയം നമ്മൾ ഭയങ്കര ലിങ്ക്ഡാണ്. സിനിമാക്കാർ അവർക്ക് ദൈവങ്ങളെ പോലെയാണ്. ആ ഒരു ഇതിൽ വിജയുടെ ഒരു മാസ് സപ്പോർട്ടോടെ കയറിയതാണ്. വിജയ്ക്ക് എന്തെങ്കിലും പ്ലാനിങ്, വർഷങ്ങളുടെ പ്ലാനിങ് പദ്ധതിയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നല്ലോ. ജനനായക സിനിമയിൽ അത് ബേസിലുണ്ടാക്കിയതാണല്ലോ. പ്ലാനിങ്ങിലുണ്ടായിരുന്നു. പക്ഷെ ആദ്യം പുള്ളിയുടെ ഫാമിലി നോക്കണം, പിന്നെയാണ് നാട് നോക്കേണ്ടത്. പുള്ളി ഭാര്യയും 2 മക്കളുണ്ടായിട്ട് ചെയ്യുന്നത് ശരിയല്ല. അത് വിജയനും ശരിയല്ല, തൃശ്ശ ചെയ്യുന്നതും ശരിയല്ല. സോൾവ് ആയില്ല അത് ഭാര്യയായിട്ടുള്ള വിഷയം? ഡിവോഴ്സ് ഉണ്ടായെന്ന് തോന്നുന്നു. മകനെ എതിർപ്പുണ്ട്. ആദ്യം ചാരിറ്റി ബിഗൻസ് അറ്റ് ഹോം, ആദ്യം ഫാമിലിയാണ് ശരിയാക്കേണ്ടത്. മകൻ ഈ ഫ്രെയിമിലൊന്നും വന്നിട്ടില്ല അല്ലേ? മകൻ അമ്മയുടെ ഒപ്പം, വൈഫിനൊപ്പമാണ് പുള്ളിയുടെ. ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം മകനൊന്നും ഈ ഫ്രെയിമിൽ വന്നിട്ടില്ല. പോപ്പുലാരിറ്റി കൊണ്ട് മാത്രം തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിൽ വിജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണല്ലോ പണ്ട് MGR മറ്റെല്ലാം വന്നത്. രജനീകാന്തിന് അത്ര പറ്റിയില്ല. ഇപ്പം അവിടെ മികച്ച നടന്മാരൊന്നും ഇപ്പം കമലഹാസൻ അല്ലെങ്കിൽ ശിവാജി ഗണേശൻ ഇവർക്കൊന്നും വലിയ മാസ് സപ്പോർട്ടില്ല. MGR ഇവിടേക്ക് ഭയങ്കര ഇതായാണ്. MGRനൊക്കെ ഒരു പൊളിറ്റിക്കൽ വ്യൂ ഉണ്ടായിരുന്നു തോന്നുന്നു. MGR സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ ആസ് എ പൊളിറ്റീഷ്യൻ അത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. എനിക്കൊന്നും വിജയ് അങ്ങനെ ആവണമില്ല. പക്ഷെ വിജയുടെ ക്യാബിനറ്റിൽ നല്ല ക്വാളിഫൈഡ് ആൾക്കാരാണ്. പുള്ളിക്ക് നല്ല ഭരണാധികാരിയായിട്ട് തുടരാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അത് ഇന്ന് തെളിയിക്കണം. പുള്ളി ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, ഇന്ന് തെളിയിക്കേണ്ടി വരും. മുഖ്യ ശത്രു ആരായിരിക്കും വിജയുടെ? പൊളിറ്റിക്കൽ ശത്രു ആരായിരിക്കും? സ്റ്റാലിൻ തന്നെയായിരിക്കും. സ്റ്റാലിൻ അസംബ്ലിയിൽ ഇല്ലാതെ എങ്ങനെ വിജയ്ക്ക് എതിരെ ഫൈറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്? സ്റ്റാലിൻ കരുണാനിധിയുടെ മകനാണല്ലോ. കരുണാനിധി അത്ര സിമ്പിൾ ആളൊന്നല്ല. അയാളുടെ കുറെ ക്വാളിറ്റി അയാൾക്കുണ്ട്. അപ്പൊ ഉദയനിധിയിലേക്ക് ഇവിടെ ചിലപ്പം സ്റ്റാലിൻ നല്ലതായിട്ട് ഭരിക്കണ്ടായിരുന്നു. എന്താണ് സ്റ്റാലിൻ പോകാൻ ഇത്രയും മാസപ്പീൽഡ് കൊണ്ട് പോയതാണ്. സിനിമാക്കാരുടെ പോപ്പുലാരിറ്റി കൊണ്ട് പോയതാണ്. തമിഴ്നാട്ടിൽ സിനിമ എന്ന റിലീജിയൻ പോലെയാണ്. എന്തുകൊണ്ട് ഇവിടെ മലയാളം സിനിമയ്ക്ക് അത്രയും മാർക്കറ്റ് കിട്ടുന്നില്ല? ഇപ്പൊ മോഹൻലാൽ ശ്രമിക്കേണ്ടത്. കാരണം ഇവിടുത്തെ ആളുകൾക്ക് പൈസ കൊടുത്തവർക്ക് സിനിമ കാണാൻ വലിയ താല്പര്യമൊന്നുമില്ല, പഴയ ജനറേഷൻ അല്ല. അതുകൊണ്ട് മാർക്കറ്റ് കൂട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. ഇവിടെ സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് വലിയ വിലയൊന്നുമില്ല. എല്ലാവരും രാഷ്ട്രീയത്തിന്റെ പുറകെയാണ്. പണ്ട് പ്രേം നസീർ ഇലക്ഷൻ നിൽക്കാൻ നോക്കിയിട്ട് തോക്കുന്ന് പറഞ്ഞിട്ട് പിന്മാറിയതാണ്. പേഴ്സണൽ ലൈഫിലേക്ക് വന്നാലേ കൂടെ നിന്നിട്ട് അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന ഘട്ടങ്ങളുണ്ടായിരുന്നോ? ആരും വിശ്വസിക്കാൻ പറ്റില്ല. ഈ കൂടെ നടക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു ആത്മാർത്ഥതയില്ല. കൂടെ നടക്കുന്ന ആൾക്കും ഒരു ആത്മാർത്ഥതയില്ല. പണ്ട് സിനിമയുടെ അബി പറഞ്ഞില്ലേ, മകനോട് പറഞ്ഞില്ലേ, കൂടെ നടക്കുന്ന ആൾക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. ഇവരെല്ലാം ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലിന്റെ എർത്തുകളുണ്ട്, ചുറ്റും കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാം അവരുടെ സ്വാർത്ഥ താല്പര്യം നമ്മൾ ഉപയോഗിക്കും.
ഒരാളെയും വിശ്വസിക്കാൻ പറ്റില്ല. ഈ ജയിലിൽ കിടന്ന സമയത്ത് അടുപ്പുള്ള ആരെങ്കിലും വന്ന് സഹായിച്ചോ? അന്നാണ് കുറച്ച് ജെന്യൂനെ ആൾക്കാർ ഒന്ന് കാണാനല്ല വന്നത്. അവർ ജെന്യൂനാന്നുള്ളത് പ്രൂവ് ചെയ്തു. ബാക്കി വളരെ മാറി നിൽക്കുക ചെയ്ത. വരുമെന്ന് പ്രതീക്ഷിച്ച ആരെങ്കിലും വരാണ്ടിരുന്നോ? വരാതിരുന്നുണ്ട്. അവരായിട്ട് ഫ്രണ്ട്ഷിപ്പ് കണ്ടിന്യൂ ചെയ്തോ അതോ കട്ട് ചെയ്തോ? റെസ്പോണ്ട് ചെയ്യുന്ന വിചാരിച്ച അവിടെ വരുമെന്ന് വിചാരിച്ച ആരും പലരും വന്നിട്ടില്ല. അപ്പോൾ ശരിക്കും ആ 12 ദിവസം ഒരുപാട് പേരെ മനസ്സിലാക്കാനുള്ള ദിവസങ്ങളായിരുന്നില്ലേ? എത്ര ആരേക്ക് വിശ്വസിക്കാൻ പാടില്ല എന്ന് സന്തോഷ് വർഗീസ് സാറിന് അന്നാണ് മനസ്സിലായത്. പിന്നെ കുറച്ചുകൂടെ ഒന്ന് സീരിയസ് അപ്രോച്ച്. അമ്മയിലെല്ലാം എന്തൊക്കെയാണ് നടക്കുന്നത്. ഇവിടെ എത്രയോ പേര് സിദ്ദിഖിന് പോയ ആൾക്കാരെല്ലാം ജയിലിൽ പോലും പോയിട്ടില്ല. എന്താ ഒരു ബലാത്സംഗ കേസ് പോലും വന്നതാണ്. ഇവിടെ പോലീസ് കറപ്റ്റാണ്. കോടതിയിൽ ജസ്റ്റിസ് ഇല്ല. എത്ര വർഷങ്ങളുടെ പുറകെ നടക്കണം. എത്ര അഭയ കേസിൽ 30 വർഷം എടുത്തില്ലേ? ഇങ്ങനെ ജസ്റ്റിസ് വന്നിട്ട് എന്താ കാര്യം? 30 വർഷം 25 വർഷം കൊണ്ട് ജസ്റ്റിസ് വന്നിട്ട് എന്താ കാര്യം? നീതി വന്നിട്ട് എന്താ കാര്യം? പോലീസ് കറപ്റ്റാണ്, ഒരു സംശയമില്ല. അത് അമ്മയ്ക്ക് പോലീസിൽ വലിയ സ്വാധീനം ചെലുത്താൻ പറ്റുന്നുണ്ടോ? പല കേസും അവർക്ക് പൈസ കിട്ടിയാൽ മതി. പോലീസുകാർക്ക് പൈസ കിട്ടിയാൽ മതി. നല്ല ഹോൾഡ് ഉണ്ട്. ഇപ്പൊ എന്തെങ്കിലും കേസ് വന്നാൽ യൂട്യൂബേഴ്സിനാണ് അറസ്റ്റ് ചെയ്യുന്നത്. തുപ്പീനെ അറസ്റ്റ് ചെയ്തു, ചെകുത്താനെ അറസ്റ്റ് ചെയ്തു, എന്നെ അറസ്റ്റ് ചെയ്തു. എന്തെങ്കിലും ന്യൂസ് ഡൈവേർട്ട് ചെയ്യാനും മറ്റെല്ലാം യൂട്യൂബേഴ്സിലാണ് ഏറ്റവും പോപ്പുലാരിറ്റി കൂടുതലുണ്ട്. അവരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ കർഷകനാണെന്ന് ചോദിച്ചല്ലോ, ഒരു വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു. നല്ല മീഡിയക്കാർ കാണിപ്പിച്ചാണ് ചെയ്താണ്. ലുങ്കിയൊക്കെ എടുത്തിട്ട് സന്തോഷ് സാർ ഇങ്ങനെ കർഷകനാണെന്നൊക്കെ. ഞാൻ ഈ പലതും നിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പിന്നെ നോ പറയാൻ പറ്റാത്തതുകൊണ്ട് പെട്ടുപോയ പ്രശ്നങ്ങളാണ് പലതും. പെട്ടുപോയത്. ആ മേഖല ഒബ്സർവ് ചെയ്യാറുണ്ടോ? കാർഷിക മേഖല എനിക്ക് ഭയങ്കര താല്പര്യമൊന്നുമില്ല. ഇല്ല. കാർഷിക മേഖലയിലെ ഒരു ഇടിവും നമ്മളുടെ യങ്സ്റ്റേഴ്സിന്റെ മൈഗ്രേഷനും ഇത് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റുമോ? ചില ആൾക്കാർക്ക് ഇതിന്റെ മോശം പണി പോലെ തോന്നുകയാണ്. വൈറ്റ് കോളർ ജോബൊക്കെയാണ് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ടാവാം ഇത് വിട്ടിട്ട് മൈഗ്രേറ്റ് ചെയ്യുന്ന ബ്രെയിൻ ഡ്രെയിനർ വരാൻ കാരണം അതാവാം. നമ്മുടെ ഡെമോക്രാറ്റിക് 70% നമ്മുടെ എക്കണോമി അഗ്രികൾച്ചർ തന്നെയാണ്. ഈ മൈഗ്രേഷൻ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചത്? ഞാൻ ആദ്യമേ പറയാം, ജനാധിപത്യം സംഭവം വർക്കൗട്ട് ആവില്ല. കാരണം ജനാധിപത്യത്തിൽ ഭൂരിപക്ഷം ആൾക്കാരാണല്ലോ. ഈ ഭൂരിപക്ഷം വന്ന ആൾക്കാർ ചിന്തിക്കാത്തവരാണ്. ചിന്തിക്കുന്ന ആൾക്കാർ 2% കാരണം ഈ ഡെമോക്രസി ഒറിജിനേറ്റ് ചെയ്ത് ഗ്രീസിലാണ്. സോക്രട്ടീസ് വെച്ചപ്പോൾ പ്ലേറ്റോ പറഞ്ഞതാണ് ഡെമോക്രസി വർക്കാവില്ല. മെജോറിറ്റി നോക്കിയിട്ട് കാര്യമില്ല. മെജോറിറ്റി ആൾക്കാർ പൊതുജനം കഴുതയാണ്. ഈ പൊതുജനങ്ങളെ മണ്ടന്മാരാക്കിയിട്ടാണ് രാഷ്ട്രീയക്കാരും സിനിമാക്കാരും എല്ലാം ചെയ്യുന്നത്. നമ്മളുടെ ഒരു 98% പോപ്പുലേഷൻ മാസമാണ്. അവർ ചിന്തിക്കാത്തവരാണ്. 2% ചിന്തിക്കുള്ളൂ. ഇപ്പം ഞാൻ തന്നെ പല വീഡിയോസ് 2 പേരും സബ്സ്ക്രൈബ് ചെയ്യാൻ പല വീഡിയോസ് കാണുന്നത്. നമ്മളെപ്പോഴും ഫിലോസഫിക്കലും ക്വാണ്ടം മെക്കാനിക്സും ഇട്ട് ചെയ്യുന്ന പിന്നെ ഫീൽഡിൽ നിൽക്കില്ല. ഇവർക്ക് വേണ്ടൊരു മസാലയാണ് മാസ് ഓഡിയൻസ്. ഇപ്പോൾ എന്തുകൊണ്ട് മമ്മൂട്ടി മോഹൻലാലും 2 തരത്തിൽ പടം ചെയ്യുന്നു. ആർട്ട് ഫിലിമും ചെയ്യുന്നുണ്ട്, കൊമേഴ്സ്യൽ പടം ചെയ്യുന്നു. അങ്ങനെ 2 തരത്തിൽ സപ്പോർട്ട് വേണം. അല്ലാതെ പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ നാളെ ഫ്ലവേഴ്സ് ടി വിയിൽ ഇന്റർവ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീകണ്ഠനായിട്ട് ഒബ്സർവ് പറഞ്ഞാൽ ഇവിടെ വിറ്റ് പോണ 3 കാര്യം പറഞ്ഞാൽ ഏറ്റവും ആദ്യം വിറ്റ് പോണ കോമാളിത്രം, പിന്നെ അപരാധം, ക്രിറ്റിസിസം, കുറ്റം പറയല്ല, പിന്നെ വിറ്റ് പോകുന്നത് അഡൾട്ടാണ്. ഈ 3 കാര്യമാണ് ഏറ്റവും വിറ്റ് പോകുന്നത്. അത് നല്ല കാര്യം ആർക്കും വേണ്ട. അശ്വന്ത് ഗോക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അശ്വന്ത് ഗോക്കിന് ഞാൻ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, പുള്ളി എന്നെ വിളിക്കാറുണ്ട്. പൈസ വാങ്ങിയ കേസ് ആ റിയാക്ഷനോട് എനിക്ക് വിയോജിപ്പുണ്ട്. പുള്ളി വിദ്യാഭ്യാസമുള്ള ആളാണ്. പുള്ളി ഇത്ര ഇമോഷണൽ ആവേണ്ട ആവശ്യമില്ല. കുറച്ച് റാഷണൽ ആയിട്ട് പെരുമാറാം. വളരെ ബാഡ് ലാംഗ്വേജിൽ ഉപയോഗിച്ചു. ക്യാഷ് വാങ്ങിയെന്നുള്ളത് അതെനിക്കറിയില്ല. എനിക്ക് അങ്ങനെ വാങ്ങിയെന്ന് തോന്നുന്നില്ല. പക്ഷെ അടുത്ത കാലത്ത് പല റിവ്യൂ ശരിയായ രീതിയിലല്ല വന്നതാണ്. പല മോശം പടത്തിനും പോസിറ്റീവ് കൊടുക്കണ്ടായി. പുള്ളി ഇവിടെ ഇപ്പം ഞാനായാലും കോക്കാണെങ്കിൽ ഞങ്ങളെല്ലാം പറയുന്ന അഭിപ്രായങ്ങളാണ്, സിനിമ റിവ്യൂ ഒന്നല്ല. സിനിമ പ്യൂർലി സബ്ജക്റ്റീവാണ്. ഓരോ ആൾക്കാർക്ക് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാൻ പോകും. ആർക്കും ഇഷ്ടപ്പെട്ട സിനിമ നമുക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടും. അപ്പൊ നിങ്ങൾ പോയി പടം കണ്ടു നോക്കാനേ പറയാൻ പറ്റുള്ളൂ. പടം കണ്ടു നോക്കുക. ഇതെല്ലാം അഭിപ്രായങ്ങൾ മാത്രമാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ പോവായിരിക്കുകയോ ചെയ്യരുത്. പെയ്ഡ് ആവാനുള്ള സാധ്യത. പിന്നെ റിവ്യൂ കണ്ട് പോകുമ്പോൾ നമുക്ക് നേരത്തെ ഒരു മുൻധാരണയുണ്ട്. ആ മുൻധാരണയോടെ കാണുമ്പോൾ നമുക്കൊരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാനോ എൻജോയ് ചെയ്യാനോ പറ്റില്ല. പെയ്ഡ് നടക്കുന്നുണ്ട് ഇവിടെ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ റിവ്യൂ ചെയ്യുന്നല്ല. കാരണം ഇവിടെ പല സിനിമ OTT വരുമ്പോഴാണ് റിയൽ റിസൾട്ട് വരുന്നത്. ഇപ്പൊ ഭരതനാട്യം, മോഹിനിയാട്ടം ഫസ്റ്റ് പോയ ഭരതനാട്യം തിയേറ്ററിൽ ഫ്ലോപ്പായ OTT തന്നെ ഓടി. ഇപ്പൊ ദൃശ്യം 3 OTT വരുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും. കാരണം ഈ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത് വനിതാ തിയേറ്ററിലാണ് മെയിൻലി റിസൾട്ട് റിവ്യൂ വരുന്നത്. അവിടെ പല സിനിമയിലും കാസ്റ്റ് ആൻഡ് ക്രൂ ബുക്ക് ചെയ്യാം, ഹോൾ ടിക്കറ്റ്. ഈ കാസ്റ്റ് ആൻഡ് ക്രൂയുടെ റിവ്യൂ എന്തായാലും പോസിറ്റീവ് ആയിരിക്കും, എത്ര മോശമാണെങ്കിലും. ഞാൻ അഭിനയിച്ച പടത്തിന് ബാഡ് ബോയ്സ് 90 കൊടുത്താണ് ഞാൻ അഭിനയിച്ച പടം. ഇവരെല്ലാം പോസിറ്റീവ് പറയുള്ളൂ.
ഫാൻസുകാർ പോസിറ്റീവ് പറയുള്ളൂ, ഡീഗ്രേഡേഷൻ നെഗറ്റീവ്. ഒരു ജെന്യൂൻ റിവ്യൂ FTS വരുന്നുണ്ടാവില്ല ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ. ഞാൻ മീഡിയക്കാർ പറഞ്ഞു സെക്കൻഡ് ഷോ തേർഡ് ഷോ ആണ് റിവ്യൂ ചെയ്യേണ്ടത്, അപ്പോഴാണ് ശരിക്കും റിവ്യൂ കിട്ടുന്നത്. ഇത് ജെന്യൂൻ റിവ്യൂ അല്ല. ഗുരുവായൂർ അമ്പലനട സിനിമ ഞാൻ അന്നേ പറഞ്ഞു മോശമാണ്, പക്ഷേ OTT ആൾക്കാർക്ക് മനസ്സിലായി ഇത് ജെന്യൂൻ റിവ്യൂ അല്ല. ഇത് പേയ്മെന്റും എല്ലാം നടക്കുന്നുണ്ട്. എന്നെ തന്നെ പലരും അപ്രോച്ച് ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ കാണിച്ചിട്ടില്ല. പേയ്മെന്റ് ചോദിച്ചു എന്നെ ഒരു സിനിമാക്കാരൻ പടം കാണുമ്പോഴും വേണ്ട പോസിറ്റീവ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, കാശരാണ്. ഒരു സിനിമ ഫസ്റ്റ് ഹാഫ് ഇറങ്ങിയപ്പോൾ ഒരു ഞാൻ മോശം റിവ്യൂ എടുത്തപ്പോൾ പറഞ്ഞു എത്ര രൂപ വേണം തരാൻ പറഞ്ഞു. ക്യാഷ് ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കി പിന്നെ അതിന് റിവ്യൂവിൽ എന്ത് ജെന്യൂനിറ്റിയേ ഉള്ളൂ. ഇങ്ങനെ പല സത്യങ്ങളും തുറന്നു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ജയിലിൽ പോകേണ്ട അനുഭവം വന്നത്. സിനിമയിൽ മുഖം കാണിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു? ഉണ്ടായില്ലേ, 3 സിനിമയിൽ അഭിനയിച്ചു. ടിവിയിൽ ഞാൻ ബസ് നോക്കിയാൽ മമ്മൂട്ടി സിനിമയിൽ അഭിനയിച്ചപ്പോൾ വന്നപ്പോൾ ഭയങ്കര കയ്യടിയായി. അതെ അതെ. അല്ല പിന്നെ എനിക്ക് ആസ് എ പുതിയ മീഡിയ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ സിനിമാക്കാർ മാത്രമല്ല, എന്റർടൈനേഴ്സ് മാത്രമല്ല, വേറെ എത്രയോ ജെന്യൂൻ ആൾക്കാരുണ്ട്. ഇപ്പൊ എന്റെ ചെവി ഓപ്പറേഷൻ ചെയ്ത ഒരു ഡോക്ടർ കനകരാജാണ്, കുട്ടി കൊല്ലത്തുള്ള ആളാണ്, നമ്പർ 1 സർജൻ ഇൻ സൗത്ത് ഇന്ത്യ. എത്ര പേർക്ക് അറിയാം? ഡോക്ടർ രാജനാരായണ സ്വാമി IAS എല്ലായിടത്തും ടോപ്പർ എല്ലാവരും. ഇങ്ങനത്തെ എത്രയോ ജെന്യൂൻ ആൾക്കാരുടെ നിങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നില്ല. പോപ്പുലർ ആൾക്കാരെ മാത്രമാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്, സിനിമാക്കാർ അല്ലെങ്കിൽ അങ്ങനത്തെ സെലിബ്രിറ്റി. ഇങ്ങനത്തെ എത്രയോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എത്രയോ ആളുണ്ട്, അവരൊന്നും ആരും അറിയപ്പെടില്ല. അങ്ങനത്തെ ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇവിടെ എല്ലാവരും ഒരു സിനിമയിൽ കൂടെ അഭിനയിച്ച നടിമാരുടെ പുറകെ നടക്കുകയാണ്. ഇവർക്ക് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയക്ക് എങ്ങനെയെങ്കിലും കാശ് കിട്ടിയാൽ മതി, റീച്ച് കിട്ടിയാൽ മതി, അങ്ങനെ എന്തും കാണിക്കാം. എത്രയോ ജെന്യൂനെ ആൾക്കാർ അറിയപ്പെടാതെ പോകുന്നുണ്ട്, അവരെ മുന്നോട്ട് കൊണ്ടുവരണം. ഇനി സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. സിനിമയിൽ വന്നിട്ടുണ്ട്, വലിയ ആഗ്രഹമൊന്നുമില്ല. ഈ ഷൂട്ടിംഗ് ഭയങ്കര സ്ട്രെയിനുള്ള പണിയാണ്. ആക്ടിങ് പ്രോസസ് അങ്ങനെ വലിയതായിട്ട് എൻജോയ് ചെയ്യുന്നില്ല. മേത്തിൽ ദേവികയുടെ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു, ഒരു ഡാൻസ് പ്രോഗ്രാം. അതൊക്കെ റിയൽ ആർട്ട് ഫോം. സിനിമ ഒരു ആർട്ട് ഫോമായി എനിക്ക് തോന്നുന്നില്ല, ബിസിനസ്സാണ്. നല്ല സിനിമകളുണ്ട്, ആർട്ട് കലാമൂല്യ സിനിമ അതിൽ വളരെ കുറവാണ്. അങ്ങനെ സിനിമകൾ ആ സിനിമ ആൾക്കാർ കാണാതിരിക്കുകയാണ്. സിനിമ മോണിലെ ബിസിനസ്സാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ റിവ്യൂ മാത്രമാണ് ഇപ്പോൾ താല്പര്യമുള്ള മേഖല. എനിക്ക് റിവ്യൂ മാത്രമേ താല്പര്യമുള്ളൂ. ഇനി അഭിനയിക്കാൻ വിളിച്ചാൽ പോവില്ലെന്നല്ലേ ഇപ്പൊ ഓർമ്മ വന്നിട്ട് അഭിനയിക്കുകയും ചെയ്യും, പക്ഷെ അതിനോട് വലിയ പാഷനൊന്നുമില്ല. നമ്മൾ എനിക്ക് ഗ്ലാമർ സെലിബ്രിറ്റിയെക്കാട്ടും ഒരു ഇന്റർനാഷണൽ സെലിബ്രിറ്റിയായിട്ട് അറിയപ്പെടാൻ ആഗ്രഹം. നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ എനിക്കൊരു നടനായി മാറാം, ഇത് താല്പര്യമില്ല. ഇപ്പൊ എഴുത്തിന്റെ മേഖലയിലേക്ക് ഉണ്ടോ? പുസ്തകം ഉണ്ടോ പുതിയത്? ഇപ്പൊ അങ്ങനെ എഴുതാൻ സമയം കിട്ടാറില്ല. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഇല്ല. കാരണം PhD റിലേറ്റഡ് കാര്യം ചെയ്യണം, സെലിബ്രിറ്റി സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യണം, അമ്മയുടെ കാര്യം നോക്കണം, വീട്ടിലെ കാര്യം നോക്കണം. അപ്പൊ അത് എല്ലാ റെസ്പോൺസിബിലിറ്റി എന്റെ മേലിലാണ്. ആകെ ഒരു ദിവസം മാത്രമാണ് ഞാൻ 1 തിയേറ്ററിൽ പോകുന്നത്. അതിന് ഇമാർ പറഞ്ഞു നടക്കുന്നത് ഞാൻ 24 മണിക്കൂർ അവിടെ താമസിച്ചോന്നുള്ള. ഈ കമന്റ്സ് വളരെ മോശമാണ്. അത് ഒരുപാട് സെലിബ്രിറ്റീസ് ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. എനിക്ക് മനസ്സിലാവില്ല ഇവിടുത്തെ ആളുകൾക്ക് എന്താ പേര്, മറ്റുള്ളവരെ വേദനിപ്പിച്ചാണ് ഇവർ എൻജോയ് ചെയ്യുന്നത്. PhD ഏതാണ്? PhD ഞാൻ PhD ഫിലോസഫി ഓഫ് സയൻസിലാണ് ചെയ്യുന്നത്. എനിക്ക് നെറ്റ് JRF ഗേറ്റിൽ കിട്ടിയതാണ്. അവിടെയും വിയോജിപ്പുണ്ട്. കാരണം നെറ്റും JRF ഗേറ്റ് എനിക്ക് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറണമെങ്കിൽ ഇവിടെ പല പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ബ്രൈബാണ് വേണ്ടത്. പല സഹാക്കന്മാരുടെ ഭാര്യമാര് അസിസ്റ്റന്റ് പ്രൊഫസേഴ്സാണ്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ബ്രൈബാണ് നോക്കുന്നത്. നിങ്ങൾ ഒരാൾ നോക്കും, ഡോക്ടർ രാജനാരായണ സ്വാമി IAS അയാൾ എല്ലായിടത്തും ടോപ്പർ എല്ലാം IIT IAS എല്ലാം ടോപ്പറായി. പിന്നെ അയാളുടെ പേഴ്സണൽ ലൈഫ് പ്രൊഫഷണൽ ലൈഫ് എല്ലാം പോയി. ഇവിടുത്തെ 10ാം ക്ലാസ് പോലും പാസ്സാവാത്ത രാഷ്ട്രീയക്കാരെ അയാളുടെ ജീവൻ നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇതാണ് കേരളം. ഇവിടെ സത്യം പറയുന്നവർക്കും ജെന്യൂനെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റില്ല. ഇത്രയും ബ്രില്യൻ്റ് അയാളുടെ ജീവിതം മുഴുവൻ പോയി. പേഴ്സണൽ ലൈഫ് അല്ല, ബിക്കോസ് ഹി വാസ് അഗെയിൻസ്റ്റ് കറപ്ഷൻ. കറപ്ഷന് എതിരായ കൊണ്ടായ പുള്ളിയുടെ ജീവിതം ഇങ്ങനെ ആയിരുന്നു. ഇവരുടെ കൂടെ എല്ലാവരും നിന്നു കൊടുക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഒരു മാറ്റങ്ങൾ നെക്സ്റ്റ് ജനറേഷനിൽ പ്രതീക്ഷിക്കാൻ പറ്റുമോ? ജെൻസി പിള്ളേരെ ഡ്രഗ്സ് മേടിച്ചിങ്ങനെ നടക്കുകയല്ലേ, എന്ത് റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്നു? ഈ ഡ്രഗ്സ് ഭയങ്കര പ്രശ്നമാണ്. ഒരു വീട്ടിൽ ലൂലുമാല ഞാൻ ഡെയിലി പോകണം ബുക്ക് വായിക്കാൻ പറ്റില്ല. വളരെ ടോക്സിക് ഏരിയ ആണ്. നമ്മളിപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടി വരും, നമ്മൾ സെൽഫി കൊടുത്ത് ഇമാർ ചിലപ്പോൾ ആക്രമിക്കാൻ വരും. ലൂലുമാല എനിക്ക് ഒരു അറ്റാക്ക് ഉണ്ടായതാണ്, ഒരു അറ്റാക്ക് ഉണ്ടായി. പിന്നെ അത് മാത്രമല്ല പല നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമുണ്ട്, പ്രശ്നമുണ്ട്, മിസ്യൂസ് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ പേരിൽ വുമൺ കാർഡ് ഇറക്കും, അവർക്ക് നിയമം അനുകൂലമുണ്ട്, അത് മുതലെടുക്കുക. എന്റെ പേരിൽ ട്രാൻസ്ജെൻഡർ ആളെ കണ്ടുപോലുമില്ല. ഒരു ട്രാൻസ്ജെൻഡർ കേസ് വന്നതാണ്, ആളെ കണ്ടുപോലുമില്ല, ഇപ്പോഴും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. 2 ദിവസം TV-യിൽ എൻ്റെ പേരോ എൻ്റെയും ബാക്കി എല്ലാവരുടെയും പേരുണ്ടായിരുന്നു. കാരണം ഇവർക്ക് ഈ ഇടുന്ന എനിക്ക് ഈ ഓൺലൈൻ മീഡിയയോട് വലിയ ദേഷ്യമല്ല, കാരണം അവർ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ സാറ്റലൈറ്റ് മീഡിയ അല്ല, നീഡും ഗ്രീഡും നമ്മൾ വ്യത്യാസമുണ്ട്. വിശന്ന് കട്ട കോപ്പുള്ള ബൈബിൾ പറയുന്നുണ്ട്,
ഇവര് ഗ്രീഡാണ് കാണിക്കുന്നത് ഈ സാറ്റലൈറ്റ് മീഡിയ. മെൻസ് കമ്മീഷൻ വന്നാൽ ഗുണം ചെയ്യും. അത് ഞാൻ പണ്ടുപോലെ പറയാനാണ്. എനിക്ക് രാഹുൽ ഈശ്വരനെ പരിചയമുണ്ട്. രാഹുൽ ഈശ്വരന്റെ എല്ലാ കാര്യത്തോടും യോജിപ്പില്ല, എന്നാലും മെൻ കമ്മീഷണൽ ആവശ്യമില്ല തന്നെയാണ്. കാരണം ഇന്ന് നിയമങ്ങൾ സ്ത്രീകൾക്ക് അനുകൂലമുണ്ട്, ആണുങ്ങൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ഇന്ന് പെണ്ണുങ്ങളുടെ ആണുങ്ങളുടെ അവസ്ഥ നോക്കി, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യാൻ സ്വത്ത് കൊണ്ടുപോകും, ആലുമണിയർ കൊണ്ടുപോകും. ഒരു ലിവിങ് ടു റിലേഷൻ വെച്ചാൽ പീഡനം വരും, എല്ലാം പ്രശ്നമാണ്. ആണുങ്ങൾക്ക് ഇവരെ മാറ്റി പറഞ്ഞാൽ എത്ര സെലിബ്രിറ്റീസിനെ വിട്ടു കിടക്കുന്നത്. ഇവര് നമ്മുടെ അപ്പം മ്യൂച്വൽ കൺസെന്റ് പലരും നടന്നിട്ട് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. കേരളത്തിലെ ആളുകളുടെ അവസ്ഥ ദയനീയമാണ്. ഇസ്രായേൽ ഇറാൻ യുദ്ധ സമയത്ത് ജൂതന്മാർക്കെതിരെ എന്തോ ഒരു പ്രസ്താവന പറഞ്ഞായിരുന്നു. എന്താണ് അങ്ങനെ ഒരു കോൺഫിഡൻസ് തിയറി ഉണ്ട്, ഹോൾ വേൾഡ് ജൂതന്മാരെ കൺട്രോൾ ചെയ്യുന്ന, ഇപ്പൊ അമേരിക്കയിൽ പോലും ജൂതന്മാരെ കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ഒരു കോൺഫിഡൻസ് തിയറി ഉണ്ട്. റോഡ് സൈഡിൽ പറഞ്ഞ കുറച്ച് ഫാമിലീസ് അവരെ കൺട്രോൾ ചെയ്യുന്ന പറയാണ്. കാരണം ഈ ക്രിസ്ത്യൻസിനായാലും മുസ്ലിംസിനായാലും ഇങ്ങനെ രൂപ പലിശ വാങ്ങിക്കാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് ഇവർ അതെല്ലാം വെച്ച് ബാങ്കിങ് പോയി കവർ ചെയ്ത് അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട്. അതിനെതിരെ ആരിഫ് ഹുസൈൻ ഒരു ഇന്റർവ്യൂവിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ ഒരു എൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പുള്ളി ഭയങ്കര കടുത്ത ഇസ്ലാം വിരോധിയാണ്. അതിനുശേഷം എന്തെങ്കിലും നെഗറ്റീവ് കമന്റ്സ് ആക്രമണങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? അല്ല, ആരിഫ് ഹുസൈൻ എൻ്റെ പേര് ഉപയോഗിച്ചു. അതായത് ഒരു പയ്യൻ വിളിച്ചു ചോദിച്ചു ആറാട്ടൻ ഇങ്ങനെ പറഞ്ഞു ശരിയാണോ. എനിക്കിവിടെ ഇപ്പൊ മൈത്രേനെ ഫോളോ ചെയ്ത് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട്. മൈത്രേൻ പറയുന്ന പല കാര്യവും പ്രായോഗികമല്ല. മൈത്രേൻ പറയുന്നത് പ്രപഞ്ചം ഉള്ളതാണ്. ഈ പ്രപഞ്ചം ഉള്ളാകുന്ന സംഭവം അവർക്ക് ഉണ്ടായെന്ന് ചോദിക്കാൻ പറ്റില്ലേ? പുള്ളിയോട് ചർച്ചയ്ക്ക് പോയ പുള്ളി ഒന്നെങ്കിൽ ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ നമ്മളെ ഫസ്റ്റ് അറ്റാക്ക് ചെയ്യും. പുള്ളി പറഞ്ഞ ഏറ്റവും അപ്സൈഡായ കാര്യം പറഞ്ഞാൽ ഒരു അമ്മയും മകൻ്റെ റിലേഷൻഷിപ്പോ ഒരു അച്ഛനോ മോളത്തെ റിലേഷൻഷിപ്പോ സയന്റിഫിക്കലി മാത്രമാണ് റോങ് എന്ന്. ശാസ്ത്രീയമായിട്ട് മാത്രമല്ല, മോറലി റോങ് ആണ്. സയന്റിഫിക്കലി പറഞ്ഞാൽ ജനറ്റിക് പ്രോബ്ലംസ് വരും, അത് മാത്രമല്ല മോറലി റോങ് ആണ്. അങ്ങനെ കോൺസെപ്റ്റ് പുള്ളി പറയുന്നില്ല. പിന്നെ പറയുന്നത് ശാരീരിക ബന്ധമില്ലാതെ പ്രണയം പറ്റില്ല. ശാരീരിക ബന്ധമില്ലാതെ പ്രണയിക്കാമല്ലോ, പ്ലാറ്റോണിക് ലവ് എന്നതാണ് പറയുന്നത്. മുഴുവൻ അബ്സൈഡായ കാര്യമാണ്. ഇപ്പൊ രവിചന്ദ്ര ആണെങ്കിൽ ഇവര് ലോജിക്കും സയൻസും വെച്ചാണ് ദൈവമുള്ളതെന്ന് പറയണം. ലോജിക്കിനും സയൻസിനും ബിയോണ്ട് പല കാര്യമുണ്ട്, ട്രാൻസ്ജെൻഡറിൽ അല്ലെങ്കിൽ മെറ്റാഫിസിക്കലെ പല കാര്യമുണ്ട്. അപ്പൊ ഇവിടെ ഇപ്പൊ എത്തീസം ഭയങ്കര സ്പ്രെഡ് ആവുക, ദൈവമില്ല. ശരിക്കും ഇത് അഗ്നോസ്റ്റിസം ആണ്. ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. ഇങ്ങനെ അതേപോലെ ഇപ്പൊ ഫെമിനിസം, LGBT ഇതെല്ലാം ഇപ്പൊ കോവിഡ് പോലും പോപ്പുലേഷൻ കുറയ്ക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. ഫെമിനിസം, LGBT ഇതെല്ലാം അതാണ്. ഇങ്ങനെ ഒരു ലക്ഷ്യം. കോവിഡിന് ഒരുപാട് വയസ്സ് എത്ര പേര് മരിച്ചത്. ഈ ഫാർമസി കമ്പനിക്കാർ എന്താ കാണിക്കുന്നത്? അവർ കാണിക്കുന്ന മുഴുവൻ മാനിപ്പുലേഷൻ അല്ലേ. എന്താ പിന്നെ ഇതെല്ലാം ജൂതന്മാർക്ക് പങ്കിട്ടെന്നാണ് കേൾക്കുന്നത്. സന്തോഷ് സാറ് വിശ്വാസിയാണ്, ദൈവവിശ്വാസിയാണോ? ഞാൻ പേഴ്സണലി ബിലീവറാണ്, ഇന്റലക്ച്വലി അഗ്നോസ്റ്റിക് ആണ്, ഹ്യൂമാനിറ്റിയിൽ എത്തീസ്റ്റ് ആണ്. മൂന്നും ഉണ്ട്. പക്ഷെ നെക്സ്റ്റ് പറയാണെങ്കിൽ അഗ്നോസ്റ്റിക്സ് പറയാൻ പറ്റുള്ളൂ, ഉണ്ടെന്നും പറയാൻ പറ്റില്ല, ഇല്ലെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ലോജിക്കും സയൻസ് വെച്ച് സയൻസ് ഫൈനൈറ്റ് ആണ്. ലോജിക്കും സയൻസ് വെച്ച് പലരും ദൈവം ഇല്ലെന്ന് കോൺസെപ്റ്റിലേക്ക് പോവുകയാണ്. അത് ശരിക്കും പറഞ്ഞാൽ സ്റ്റാലിനാണ് ആ ഒരു എത്തീസം കൊണ്ടുവന്നത്. കുറെ ആൾക്കാർ എത്തീസ്റ്റാവുന്നുണ്ട്. മതത്തിന്റെ ആവശ്യമില്ല, മതം മനുഷ്യണ്ടാക്കിയതാണ്. പുരോഹിതന്മാർക്ക് ആശ്രയിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണ്. പിന്നെ പറഞ്ഞ പൊട്ടനെ ചത്തൻ ചടിക്കും, ചട്ടനെ ദൈവം ചതിക്കില്ല. അതേപോലെ ദൈവം അങ്ങനെ ഒരു മോറൽ ഫോഴ്സ് വേണം, ഇല്ലെങ്കിൽ നല്ല മനുഷ്യർ മണ്ടന്മാരെ മാറും. ഒരു സിനിമയിൽ ഇറങ്ങിണ്ടായിരുന്നു, മൂന്നുണ്ണി അഡ്വക്കേറ്റ് സിനിമയിൽ ഇറങ്ങിണ്ടായിരുന്നു. ആ സിനിമ ഞാൻ വളരെ ഓപ്പണായിട്ട് ക്രിട്ടിസൈസ്. കാരണം അതിൽ പറയുന്നത് ക്രൂക്കഡായി കാണിക്കുന്ന ആള് അവസാനം വിജയിക്കുകയാണ്, റോങ് മെസ്സേജ് കൊടുക്കുന്നത്. ഇവിടെ ക്രൂക്കഡ്നെസ്സിനാണ് ബുദ്ധി എന്ന് പറയുന്നത്. കള്ളത്തരം കാണിക്കുന്നതും വക്രത കാണിക്കുന്നതാണ് ബുദ്ധിയായിട്ട് പറയുന്നത്. താങ്ക് യു. നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ അറ്റൻഡ് ഇന്റർവ്യൂ മിക്കതും ചളിയാണ്. ഒരു സീരിയസ് ആയിട്ട് ചോദിക്കില്ല. സീരിയസ് ആയിട്ടുള്ള ഒരു 100 ഇന്റർവ്യൂ കൊടുത്ത 4-5 ഉള്ളൂ. അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള ഗൗരവമുള്ള ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ശരിക്കും എൻജോയ് ചെയ്തു. ഇങ്ങനത്തെ ഇന്റർവ്യൂസ് ഞാൻ ഇനി ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഇവിടെ എറണാകുളത്തോട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരില്ല. എല്ലാം വെറും ചളി മറ്റേക്കാണ് ചെയ്യുന്നത്. വളരെ സീരിയസ് ആയിട്ടുള്ള ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ ആഗ്രഹിച്ച ഇന്റർവ്യൂ ഇതാണ്. വളരെ നന്നായിട്ട് പോട്ടെ. പറയാനുള്ളത്, നിങ്ങൾ സിനിമാക്കാരുടെ മാത്രമല്ലാതെ ജെന്യുവനായിട്ട് പല ഫീൽഡിൽ പല ആൾക്കാരുണ്ട്. അവരെ ഇന്റർവ്യൂ ചെയ്യണം, ജനങ്ങളെ അറിയണം. ജനങ്ങൾക്ക് ആവശ്യമുള്ള ആൾക്കാരാണ്. മിസ്റ്റർ സന്തോഷ് വർക്കിയായിരുന്നു നമ്മുടെ കൂടെ ഇത്ര നേരം ചെലവഴിച്ചത്. മറ്റൊരു അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം.